بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മാ റഅയ്തു അഹദൻ നസ്റഅ ഫീ മസീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നടത്തത്തിൽ ഇത്ര സ്പീഡുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നബിക്ക് ഭൂമിയെ ചുരുട്ടപ്പെട്ടതുപോലെ തോന്നാറുണ്ടായിരുന്നു. ഭൂമിയുടെ വഴി ദൂരത്തിനെ അല്ലാഹു തആല നബി തങ്ങൾക്ക് കുറച്ചു കൊടുത്തതായിട്ട് തോന്നാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വേറൊരു ഹദീസിൽ കാണാം യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത തബഖാത്ത് ഇബ്നു സഅദിൽ കൊണ്ടുവന്നൊരു ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മസാ സറഅ നബിതങ്ങൾ നടന്നാൽ നല്ല സ്പീഡിൽ വേഗത്തിൽ നടക്കുന്നവരായിരുന്നു. ഹത്താ യുഹർവില റജുലു വറാഅഹു വലാ യുദ്രികു നബിയുടെ പിന്നിൽ ഒരാൾ ഓടിയാൽ പോലും നബിയുടെ കൂടെ എത്താൻ കഴിയുമായിരുന്നില്ല. ആ നിലക്ക് നബിതങ്ങൾ സ്പീഡിൽ നടക്കുന്നവരും എന്നാൽ നബിതങ്ങൾക്ക് അല്ലാഹു തആല വഴി ദൂരത്തിനെ കുറച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. നോക്കൂ, നബിതങ്ങളുടെ കാല് നമ്മളുടെ കാലുമായി ആയിരുന്നില്ല, സാധാരണത്വമുടെ കാലായിരുന്നു. അതുകൊണ്ടാണ് നബിതങ്ങൾക്ക് എപ്പോഴും വളരെ സ്പീഡിൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിയുമായിരുന്നു. നടക്കുമ്പോൾ തന്നെ നബിതങ്ങളുടെ കാലിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇമാം തുർമുദി അശ്ശമായിലുൽ മുഹമ്മദിയിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം നബിതങ്ങൾ ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തവീൽ വൽ ഖസീർ നബിതങ്ങൾ അങ്ങേയറ്റം നീളമുള്ളവരോ അങ്ങേയറ്റം പൊക്കം കുറഞ്ഞവരോ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ പറഞ്ഞു കാണാം നബിതങ്ങൾ സിനൽ കഫൈനി വൽ ഖദമൈൻ നബിതങ്ങളുടെ രണ്ട് കാൽപാദങ്ങളും മുങ്കയും എല്ലാം അവിടുത്തെ സ്കിന്ന് മൃദുലത ഉടയതായിരുന്നു, മാർദ്ദവമുടയതായിരുന്നു. എന്നാൽ അവിടുത്തെ രണ്ട് കാലിന്റെയും രണ്ട് കൈയിന്റെയും എല്ലുകൾ ദൃഢമായതും അവിടുത്തെ സ്കിന്ന് അങ്ങേയറ്റം മൃദുലമായതുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നബിതങ്ങളുടെ കൈയിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം വലാ മസിസ്തു ദീബാജതൻ വലാ ഹരീറതൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുങ്കയിനേക്കാൾ മൃദുലമായ പട്ടോ മറ്റോ ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. അത്രക്കും നബിതങ്ങളുടേതായ കൈ മൃദുലത ഉടയതായിരുന്നു. ولا شممت مسكة ولا عنبرة أطيب من رائحة رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സുഗന്ധമുള്ളതായ ഒരു കസ്തൂരിയെയോ ഒരു അംബറിനെയോ ഞാൻ വാസനിച്ചിട്ടുമില്ല എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഹബീബായ നബിതങ്ങളുടെ കൈ അത് അസാധാരണത്വമുടെ കൈയായിരുന്നു. നബിതങ്ങളുടെ കാല് അത് അസാധാരണത്വമുടെ കാലായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം ജാബിർ റളിയല്ലാഹു അൻഹു നെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന ജിദ്ഇ യഖൂമു ഇലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നിന്നുകൊണ്ട് ഖുതുബയോതും അങ്ങനത്തെ ഒരു ഈത്തപ്പന മടലുണ്ടായിരുന്നു. ഫലമ്മാ ഉളിയൽ മിമ്പറു അങ്ങനെ മദീനത്തെ പള്ളിയിലേക്ക് പുതിയ മിമ്പർ സ്ഥാപിക്കപ്പെട്ടപ്പോൾ സമിഅനാ ലിൽ ജിസ്ഇ മിസ്ല അസ്വാത്തിൽ ഐസാർ
പഴയ ഈത്തപ്പന തടിയുണ്ടല്ലോ, ഈത്തപ്പന തടി മടൽ, അതിലേക്ക് ഞങ്ങൾ കേട്ടു ഒട്ടകത്തിന്റെ ശബ്ദം പോലൊരു ശബ്ദത്തിനെ ഞങ്ങൾ കേട്ടു. നബിരങ്ങൾ പുതിയ മെമ്പറിൽ നിന്ന് ഇറങ്ങി, നബിരങ്ങൾ അവിടുത്തെ കയ്യിലെ ഈത്തപ്പന മടലിന്റെ മേലെ വെച്ചു. അപ്പോഴേക്ക് ഇതാ കാണാം, ഹദീസ് വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞു, അപ്പോഴേക്ക് ഫസകന, ആ ഈത്തപ്പന മടലിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ശബ്ദം നിന്നു. എന്താണിത്? വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു കാണാം, നബിരങ്ങളുടെ കാൽപാദം കൊണ്ട് ബർക്കത്ത് കിട്ടിയിരുന്ന, നബിരങ്ങൾ ആദ്യം ഖുതുബ ഓതിക്കൊണ്ടിരുന്ന ഒരു ഈത്തപ്പന മടൽ മാറ്റിയിട്ട് പുതിയ മിമ്പർ സ്ഥാപിച്ചപ്പോൾ നബിരങ്ങൾ അവിടുത്തെ പാദം സ്പർശിക്കുക എന്ന ബർക്കത്ത് കിട്ടാതെ വന്നപ്പോൾ ഈത്തപ്പന മടല് കഴിഞ്ഞുപോയി. ഒട്ടകം കരയുന്നത് പോലുള്ളൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഈത്തപ്പന മടല് കരഞ്ഞു. ആ കരച്ചില് കേട്ടപ്പോഴേക്ക് നബിരങ്ങൾ അവിടുന്ന് ഇതാ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് ഈത്തപ്പന മടലിന്റെ മേലെ നബിരങ്ങളുടെ കൈ വെച്ചു. അപ്പോഴേക്ക് അതിന്റെ കരച്ചിൽ നിന്നുപോയി. നോക്കൂ, നബിരങ്ങളുടെ കാൽപാദം അസാധാരണത്വമുடைய കാൽപാദമായിരുന്നു. അതുകൊണ്ടാണ് അത് സ്പർശിച്ചിട്ട് പുണ്യം കിട്ടിയിരുന്ന, ബർക്കത്ത് കിട്ടിയിരുന്ന ഈത്തപ്പന മടൽ ഹബീബായ നബിരങ്ങളുടെ പാദസ്പർശനം ഏൽക്കാതെ വന്നപ്പോ, കിട്ടാതെ വന്നപ്പോ കരഞ്ഞ് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. നബിരങ്ങളുടെ കയ്യും നബിരങ്ങളുടെ കാലുമെല്ലാം നമ്മുടെ മാതിരിയായിരുന്നില്ല, വ്യത്യസ്തമായ നിലക്കുള്ള അസാധാരണത്വമുടേതായിരുന്നു നബിതങ്ങളുടെ കയ്യും കാലും. ഇതാണ് ഈ ഹദീസ് നമുക്ക് നൽകിയ സന്ദേശം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിനെ അല്ലാഹു എപ്പോഴും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.